എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചത്തപച്ച, ബേബി ഗേള്, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് ജിന്ന്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ജിന്ന് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസാക്കിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ സൈനാപ്ലയിൽ ജിന്ന് സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിലായിരിക്കും ജിന്ന് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക് നായകനായ സിനിമയാണ് വേല. കുറേ കാലമായി സിനിമ റിലീസായിട്ട് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമ. ഇപ്പോഴിതാ മനോരമ മാക്സിൽ വേല സിനിമ റിലീസിനെത്തുകയാണ്. ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക് നായകനായ സിനിമയായിരുന്നു ബൾട്ടി. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഒരുപാട് സീനിയർ താരങ്ങൾ നല്ല അഭിപ്രായമാണ് ബൾട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ തമിഴിലും റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലാണ് ബൾട്ടി സിനിമ റിലീസിനെത്തുന്നത്. ഫെബ്രുവരി മാസത്തിലായിരിക്കും ബൾട്ടി സിനിമ വരുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ദേവ്ഗി സഞ്ജയ്, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് വൺസ് അപ്പോൺ ടൈം ഇൻ കൊച്ചി. ഈ സിനിമയുടെ OTT ഇതുവരെ റിലീസായിട്ടില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലക്കി എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസാണ്. GV പ്രകാശാണ് സീരീസിലെ നായകൻ. അതുപോലെ മലയാളം ആക്ടർ അനശ്വരയുമുണ്ട്. ഈ സീരീസ് അടുത്ത ആഴ്ചയാണ് OTT റിലീസ്. ഫെബ്രുവരി 20-നായിരിക്കും ലക്കി സീരീസ് ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. മലയാളം ഭാഷയിലും സീരീസ് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദിലീപാണ് സിനിമയിലെ നായകൻ. ഇത്രയും കാലമായിട്ട് തങ്കമണി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ തങ്കമണിയുടെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കിയത്. സിനിമ നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു. നല്ലൊരു കോമഡി മൂവി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിൽ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇത്ര അപ്ഡേറ്റ് പ്രഗമനം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് യുവതാരങ്ങൾ അഭിനയിച്ച സിനിമയാണ് പ്രഗമനം. തിയേറ്ററുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് പ്രഗമന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. C5 ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി പ്രഗമന സിനിമ OTTയിൽ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. മമ്മൂട്ടി നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടും സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ബസൂക്ക OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ C5-ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക സിനിമ C5-ൽ റിലീസായി. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി രാമചന്ദ്ര OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകന സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രതീക്ഷയോടെയാണ് ബുദ്ധ വന്നത്. എന്നാൽ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ റിലീസിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.